എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 37-ാം അധ്യായം. അസ്ഥികളുടെ താഴ്വര. കർത്താവിൻ്റെ കരം എൻ്റെ മേൽ വന്നു. അവിടുന്ന് തൻ്റെ ആത്മാവിനാൽ എന്നെ നയിച്ച് അസ്ഥികൾ നിറഞ്ഞ ഒരു താഴ്വരയിൽ കൊണ്ടുവന്ന് നിർത്തി. അവിടുന്ന് എന്നെ അവയുടെ ചുറ്റും നടത്തി. അവ വളരെയേറെയുണ്ടായിരുന്നു. അവ ഉണങ്ങി വരണ്ടിരുന്നു. അവിടുന്ന് എന്നോട് ചോദിച്ചു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾക്ക് ജീവിക്കാനാവുമോ? ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവെ, അങ്ങേക്കറിയാമല്ലോ. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, ഈ അസ്ഥികളോട് നീ പ്രവചിക്കുക. വരണ്ട അസ്ഥികളെ, കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ എന്ന് അവയോട് പറയുക. ദൈവമായ കർത്താവ് ഈ അസ്ഥികളോട് അരുളി ചെയ്യുന്നു, ഇതാ, ഞാൻ നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കും. നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പുകൾ വച്ച് പിടിപ്പിക്കുകയും മാംസം വളർത്തുകയും ചർമ്മം പൊതിയുകയും നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ ജീവൻ പ്രാപിക്കും. ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ നിങ്ങൾ അറിയും. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചപ്പോൾ ഒരു ശബ്ദമുണ്ടായി, ഒരു കിരുകിരാ ശബ്ദം. വേർപെട്ടു പോയ അസ്ഥികൾ തമ്മിൽ ചേർന്നു. ഞാൻ നോക്കിയപ്പോൾ ഞരമ്പും മാംസവും അവയുടെ മേൽ വന്നിരുന്നു. ചർമ്മം അവയെ പൊതിഞ്ഞിരുന്നു, എന്നാൽ അവയ്ക്ക് പ്രാണൻ ഉണ്ടായിരുന്നില്ല. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ജീവശ്വാസത്തോട് പ്രവചിക്കുക. മനുഷ്യപുത്ര, ജീവശ്വാസത്തോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ജീവശ്വാസമേ, നീ 4 വായുക്കളിൽ നിന്ന് വന്ന് ഈ നിഹിതന്മാരുടെ മേൽ വീശുക. അവർക്ക് ജീവനുണ്ടാകട്ടെ. അവിടുന്ന് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. അപ്പോൾ ജീവശ്വാസം അവരിൽ പ്രവേശിച്ചു. അവർ ജീവൻ പ്രാപിച്ചു. വളരെ വലിയ ഒരു സൈന്യം പോലെ അവരെഴുന്നേറ്റു നിന്നു. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഭവനം മുഴുവനുമാണ്. ഞങ്ങളുടെ അസ്ഥികൾ വരണ്ടിരിക്കുന്നു, പ്രതീക്ഷ നശിച്ചിരിക്കുന്നു, ഞങ്ങൾ തീർത്തും പരിത്യക്തരായിരിക്കുന്നു എന്ന് അവർ പറയുന്നു. ആകയാൽ അവരോട് പ്രവചിക്കുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ജനമേ, ഞാൻ കല്ലറകൾ തുറന്ന് നിങ്ങളെ ഉയർത്തും. ഇസ്രായേൽ ദേശത്തേക്ക് ഞാൻ നിങ്ങളെ തിരികെ കൊണ്ടുവരും. എൻ്റെ ജനമേ, കല്ലറകൾ തുറന്ന് നിങ്ങളെ ഞാൻ ഉയർത്തുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് നിങ്ങൾ അറിയും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും. കർത്താവായ ഞാനാണ് ഇത് പറഞ്ഞതെന്നും പ്രവർത്തിച്ചതെന്നും അപ്പോൾ നിങ്ങൾ അറിയും. കർത്താവ് അരുളി ചെയ്യുന്നു. 2 വടികൾ. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഒരു വടിയെടുത്ത് അതിൽ യൂദായ്ക്കും അവനോട് ബന്ധപ്പെട്ട ഇസ്രായേൽ സന്തതികൾക്കും എന്ന് എഴുതുക. വേറൊരു വടിയെടുത്ത് അതിൽ എഫ്രായിമിൻ്റെ വടിയായ ജോസഫിനും അവനോട് ബന്ധപ്പെട്ട ഇസ്രായേൽ ഭവനം മുഴുവനും എന്ന് എഴുതുക. ഒന്നായി തീരത്തക്ക വിധം അവ നിന്റെ കയ്യിൽ ചേർത്തു പിടിക്കുക. ഇതുകൊണ്ട് നീ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരില്ലേ എന്ന് ജനം നിന്നോട് ചോദിക്കും. അപ്പോൾ അവരോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ജോസഫിൻ്റെയും അവനോട് ബന്ധപ്പെട്ട ഇസ്രായേൽ ഗോത്രങ്ങളുടെയും വടി എഫ്രായിമിൻ്റെ കയ്യിലുള്ളത് തന്നെ ഞാൻ എടുക്കാൻ പോകുന്നു. അതെടുത്ത് യൂദായുടെ വടിയോട് ചേർത്ത് ഒറ്റ വടി പോലെ പിടിക്കും. അവ എൻ്റെ കയ്യിൽ ഒന്നായി തീരുകയും ചെയ്യും. നീ എഴുതിയ ആ വടികൾ അവർ കാൺകെ പിടിച്ചുകൊണ്ട് അവരോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ, ചിതറിപ്പോയിരിക്കുന്ന ജനതകളുടെ ഇടയിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ ഞാൻ കൊണ്ടുവരും. എല്ലാ ദിക്കുകളിലും നിന്ന് ഞാൻ അവരെ ഒന്നിച്ചു കൂട്ടി സ്വദേശത്തേക്ക് കൊണ്ടുവരും. സ്വദേശത്ത് ഇസ്രായേലിൻ്റെ മലകളിൽ ഞാൻ അവരെ ഒരൊറ്റ ജനതയാക്കും. ഒരു രാജാവ് അവരുടെ മേൽ ഭരണം നടത്തും. ഇനി ഒരിക്കലും അവർ 2 ജനതകളായിരിക്കുകയില്ല. 2 രാജ്യങ്ങളായി ഭിന്നിച്ചു നിൽക്കുകയുമില്ല. തങ്ങളുടെ വിഗ്രഹങ്ങളാലോ മ്ലേച്ഛ പ്രവൃത്തികളാലോ മറ്റേതെങ്കിലും അപരാധങ്ങളാലോ അവർ മേലിൽ തങ്ങളെ തന്നെ മലിനപ്പെടുത്തുകയില്ല. അവർ പാപം ചെയ്ത എല്ലാ വസതികളിലും നിന്ന് അവരെ ഞാൻ രക്ഷിച്ച് നിർമ്മലരാക്കും. അങ്ങനെ അവരെൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവും ആയിരിക്കും. എൻ്റെ ദാസനായ ദാവീദ് അവർക്ക് രാജാവായിരിക്കും. അവർക്കെല്ലാം കൂടി ഒരിടയനെ ഉണ്ടായിരിക്കുകയുള്ളൂ. അവരെൻ്റെ നിയമങ്ങൾ അനുസരിക്കുകയും കൽപ്പനകൾ ശ്രദ്ധാപൂർവം പാലിക്കുകയും ചെയ്യും. ഞാൻ എൻ്റെ ദാസനായ യാക്കോബിന് കൊടുത്തതും നിങ്ങളുടെ പിതാക്കന്മാർ അധിവസിച്ചതുമായ ദേശത്ത് അവർ വസിക്കും. അവരും അവരുടെ സന്തതി പരമ്പരയും
ആ ദേശത്ത് നിത്യമായി വസിക്കും. എൻ്റെ ദാസനായ ദാവീദ് എന്നേക്കും അവരുടെ രാജാവായിരിക്കും. സമാധാനത്തിൻ്റെ ഒരു ഉടമ്പടി അവരുമായി ഞാൻ ഉണ്ടാക്കും. അത് നിത്യമായ ഉടമ്പടിയായിരിക്കും. അവരെ ഞാൻ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. അവരുടെ മധ്യേ എൻ്റെ ആലയം ഞാൻ എന്നേക്കുമായി സ്ഥാപിക്കും. എൻ്റെ വാസസ്ഥലം അവരുടെ മധ്യേ ആയിരിക്കും. ഞാൻ അവരുടെ ദൈവവും അവരെൻ്റെ ജനവുമായിരിക്കും. എൻ്റെ ആലയം അവരുടെ മധ്യേ നിത്യമായി സ്ഥിതി ചെയ്യുമ്പോൾ ഇസ്രായേലിനെ വിശുദ്ധീകരിക്കുന്ന കർത്താവ് ഞാനാണ് എന്ന് ജനതകൾ അറിയും. 38 അധ്യായം. ഗോഗിനെതിരെ. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, മാഗോഗ് ദേശത്തെ ഗോഗിനെതിരെ, മേശക്, തൂബാൽ എന്നിവിടങ്ങളിലെ പ്രധാന നാടുവാഴിക്കെതിരെ മുഖം തിരിച്ച് പ്രവചിക്കുക. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, മേശക്കിലെയും തൂബാലിലെയും അധിപതിയായ ഗോഗേ, ഞാൻ നിനക്കെതിരാണ്. ഞാൻ നിന്നെ തിരിച്ചു നിർത്തി നിന്റെ കടവായിൽ കൊളുത്തിട്ട് പുറത്തു കൊണ്ടുവരും. നിന്റെ കുതിരകളെയും സർവായുധധാരികളായ കുതിരച്ചേവകരെയും കവചവും പരിചയും വാളുമേന്തിയ വലിയ സൈന്യ സമൂഹത്തെയും പുറത്തു കൊണ്ടുവരും. പേർഷ്യക്കാരും കുശ്യരും പുത്യരും പരിചയും പടത്തൊപ്പിയും ധരിച്ച് അവരോടൊപ്പം ഉണ്ടായിരിക്കും. ഗോമെറും അവിടുത്തെ സേനാ വിഭാഗങ്ങളും വടക്കേ അറ്റത്തുള്ള ബേത്തോ ഗർമായും അതിൻ്റെ എല്ലാ പടക്കൂട്ടവും അടങ്ങുന്ന ഒരു വലിയ ജനസമൂഹം നിന്നോടൊപ്പം ഉണ്ടായിരിക്കും. നീയും നിന്റെ അടുത്ത് സമ്മേളിച്ചിരിക്കുന്ന സമൂഹവും ജാഗരൂകതയോടെ ഒരുങ്ങിയിരിക്കുക. എൻ്റെ ആജ്ഞ കാത്തിരിക്കുക. ഏറെ നാൾ കഴിഞ്ഞ് നിന്നെ വിളിക്കും. വാളിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട വിവിധ ജനതകളിൽ നിന്ന് കൂട്ടിച്ചേർത്ത വളരെ പേരുള്ള ദേശത്തേക്ക്, വളരെ കാലം ശൂന്യമായി കിടന്ന ഇസ്രായേൽ മലകളിലേക്ക് അന്നു നീ മുന്നേറും. വിവിധ ജനതകളിൽ നിന്ന് സമാഹരിക്കപ്പെട്ടവരാണ് അവിടുത്തെ ജനം. അവരിന്ന് സുരക്ഷിതരായി കഴിയുന്നു. നീയും നിന്റെ സൈന്യവും നിന്നോടൊപ്പമുള്ള ആളുകളും കൊടുങ്കാറ്റുപോലെ മുന്നേറി കാർമേഘം പോലെ ആ ദേശം മറയ്ക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ആ സമയത്ത് ചില ചിന്തകൾ നിന്റെ മനസ്സിൽ പൊന്തിവരും. ദുഷിച്ച ഒരു പദ്ധതി നീ ആലോചിക്കും. നീ പറയും, കോട്ടകളില്ലാത്ത ഗ്രാമങ്ങൾക്കെതിരെ ഞാൻ ചെല്ലും. മതിലുകളോ വാതിലുകളോ ഓടാമ്പലുകളോ ഇല്ലാതെ തന്നെ സുരക്ഷിതരായി സമാധാനത്തിൽ കഴിയുന്ന ജനത്തിനെതിരെ ഞാൻ ചെല്ലും. വസ്തുക്കൾ കൊള്ള ചെയ്തുകൊണ്ട് പോകാനും വിവിധ ജനതകളുടെ ഇടയിൽ നിന്ന് ശേഖരിക്കപ്പെട്ട് ഭൂമിയുടെ മധ്യത്തിൽ കന്നുകാലികളും വസ്തുവകകളുമായി താമസിക്കുന്നവരുടെയും ഒരിക്കൽ ശൂന്യമായി കിടന്നിരുന്നതും ഇപ്പോൾ ജനവാസമുള്ളതുമായ അവരുടെ ദേശത്തിൻ്റെയും മേൽ കൈവയ്ക്കാനും നീ ആലോചിക്കും. ഷേബായും ദദാനും താർശീശിലെ വ്യാപാരികളും അവിടുത്തെ യുവസിംഹങ്ങളും നിന്നോട് ചോദിക്കും, വസ്തുവകകൾ കൊള്ളയടിക്കാനാണോ നീ വന്നിരിക്കുന്നത്? ചരക്കുകളും കന്നുകാലികളും സ്വർണവും വെള്ളിയും കവർച്ച ചെയ്തു കൊണ്ടുപോകാനാണോ വലിയ സൈന്യത്തെ നീ സമാഹരിച്ചിരിക്കുന്നത്? മനുഷ്യപുത്ര, ഗോഗിനോട് പ്രവചിക്കുക. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ജനമായ ഇസ്രായേൽ സുരക്ഷിതമായി വസിക്കുന്ന ദിനത്തിൽ നീ പുറപ്പെടുകയില്ലേ? നീയും നിന്നോടൊപ്പമുള്ള വിവിധ ജനതകളും കുതിരപ്പുറത്തേറി വടക്കേ അറ്റത്തുള്ള നിന്റെ ദേശത്തു നിന്ന് ശക്തമായ ഒരു മഹാസൈന്യവുമായി എത്തിച്ചേരും. ഭൂമി മറയ്ക്കുന്ന മേഘം പോലെ നീ എൻ്റെ ജനമായ ഇസ്രായേലിനെതിരെ കടന്നുവരും. ഗോഗേ, എൻ്റെ പരിശുദ്ധി ഞാൻ ജനതകളുടെ മുൻപിൽ നിന്നിലൂടെ വെളിപ്പെടുത്തും. അതുവഴി അവരെന്നെ അറിയേണ്ടതിന് ആ നാളുകളിൽ എൻ്റെ ദേശത്തിനെതിരെ നിന്നെ ഞാൻ കൊണ്ടുവരും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേലിനെതിരെ ഞാൻ കൊണ്ടുവരുമെന്ന് മുൻകാലങ്ങളിൽ വർഷങ്ങളോളം പ്രവചിച്ചിട്ടുള്ള എൻ്റെ ദാസരായ ഇസ്രായേൽ പ്രവാചകന്മാരിലൂടെ പഴയ കാലങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് നിന്നെപ്പറ്റിയായിരുന്നില്ലേ? ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഗോഗ് ഇസ്രായേൽ ദേശത്തിനെതിരെ വരുന്ന ദിവസം എൻ്റെ മുഖം ക്രോധത്താൽ ജ്വലിക്കും. എൻ്റെ അസൂയയിലും ജ്വലിക്കുന്ന ക്രോധത്തിലും ഞാൻ പ്രഖ്യാപിക്കുന്നു, ആ നാളിൽ ഇസ്രായേലിൽ ഒരു മഹാപ്രകമ്പനമുണ്ടാകും. കടലിലെ മത്സ്യങ്ങളും ആകാശത്തിലെ പറവകളും വന്യമൃഗങ്ങളും ഇടജന്തുക്കളും ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരും എൻ്റെ മുൻപിൽ വിറകൊള്ളും. പർവ്വതങ്ങൾ തകർന്നടിയും, ചെങ്കുത്തായ മലകൾ ഇടിഞ്ഞു വീഴും, എല്ലാ മതിലുകളും നിലം പതിക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഗോഗിനെതിരെ എല്ലാത്തരം ഭീകരതയും ഞാൻ വിളിച്ചു വരുത്തും. എല്ലാവരുടെയും വാൾ തങ്ങളുടെ സഹോദരനെതിരെ ഉയരും.
പകർച്ചവ്യാധികളും രക്തച്ചൊരിച്ചിലും കൊണ്ട് അവനെ ഞാൻ വിധിക്കും. ഞാൻ അവൻ്റെയും അവൻ്റെ സൈന്യത്തിൻ്റെയും അവനോടൊപ്പമുള്ള ജനതകളുടെയും മേൽ പേമാരിയും കന്മഴയും തീയും ഗന്ധകവും വർഷിക്കും. അങ്ങനെ അനേകം ജനതകളുടെ മുൻപിൽ ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തുകയും എൻ്റെ വിശുദ്ധിയും മഹത്വവും കാണിച്ചു കൊടുക്കുകയും ചെയ്യും. ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ അവരറിയും. 39 അധ്യായം. ഗോഗിൻ്റെ പതനം. മനുഷ്യപുത്ര, ഗോഗിനെതിരെ പ്രവചിക്കുക. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു: മേശക്കിൻ്റെയും തൂബാലിൻ്റെയും അധിപതിയായ ഗോഗേ, ഞാൻ നിനക്കെതിരാണ്. ഞാൻ നിന്നെ തിരിച്ച് വടക്കേ അറ്റത്തു നിന്ന് ഇസ്രായേൽ മലകൾക്കെതിരെ കൊണ്ടുവരും. നിന്റെ ഇടത്തു കൈയിൽ നിന്ന് വില്ലു തെറിപ്പിച്ചു കളയും, വലത്തു കൈയിൽ നിന്ന് അമ്പുകൾ താഴെ വീഴ്ത്തും. നീയും നിന്റെ സൈന്യവും നിന്നോടൊപ്പമുള്ള ജനതയും ഇസ്രായേൽ മലകളിൽ വീഴും. എല്ലാവിധ ഹിംസ്ര പക്ഷികൾക്കും വന്യമൃഗങ്ങൾക്കും ഇരയായി നിന്നെ ഞാൻ കൊടുക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു: നീ തുറസായ സ്ഥലത്തു വീഴും. ഞാനാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. മാഗോഗിലും തീരദേശങ്ങളിൽ സുരക്ഷിതരായി വസിക്കുന്നവരുടെ ഇടയിലും ഞാൻ അഗ്നി വർഷിക്കും. ഞാനാണ് കർത്താവ് എന്ന് അവരറിയും. എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മധ്യേ എൻ്റെ പരിശുദ്ധ നാമം ഞാൻ വെളിപ്പെടുത്തും. എൻ്റെ പരിശുദ്ധ നാമം ഇനി ഒരിക്കലും അശുദ്ധമാക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. ഞാനാണ് ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ കർത്താവ് എന്ന് ജനതകൾ അറിയും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു: ഇതാ അത് വരുന്നു, അത് സംഭവിക്കുക തന്നെ ചെയ്യും. ആ ദിനത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ നഗരങ്ങളിൽ വസിക്കുന്നവർ പുറത്തു വന്ന് പരിച, കവചം, വില്ല്, അമ്പ്, ഗദ, കുന്തം എന്നീ ആയുധങ്ങൾ കൊണ്ട് 7 വർഷത്തേക്ക് തീ കത്തിക്കും. അവർക്കിനി വയലിൽ നിന്ന് വിറകു ശേഖരിക്കുകയോ വനങ്ങളിൽ നിന്ന് അവ വെട്ടിയെടുക്കുകയോ ചെയ്യേണ്ടതില്ല. എന്തെന്നാൽ അവരായുധങ്ങൾ കൊണ്ട് തീ കത്തിക്കും. തങ്ങളെ കൊള്ള ചെയ്തവരെ അവർ കൊള്ളയടിക്കും, കവർച്ച ചെയ്തവരെ കവർച്ച ചെയ്യും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു: ആ നാളിൽ ഗോഗിന് ഇസ്രായേലിൽ ഒരു ശ്മശാനം ഞാൻ കൊടുക്കും. കടലിനു കിഴക്കുള്ള യാത്രക്കാരുടെ താഴ്വര തന്നെ. അത് യാത്രക്കാർക്ക് മാർഗതടസ്സമുണ്ടാക്കും. എന്തെന്നാൽ ഗോഗും അവൻ്റെ എല്ലാ ജനസമൂഹങ്ങളും അവിടെ സംസ്കരിക്കപ്പെടും. ഹാമോൺ ഗോഗ് താഴ്വര എന്ന് അത് വിളിക്കപ്പെടും. അവരെ സംസ്കരിച്ച് ദേശം ശുദ്ധീകരിക്കാൻ ഇസ്രായേൽ ഭവനത്തിന് 7 മാസം വേണ്ടിവരും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു: ദേശത്തെ എല്ലാ ജനവും കൂടി അവരെ സംസ്കരിക്കും. ഞാൻ എൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ദിവസം അവർക്ക് അത് ബഹുമാനത്തിന് കാരണമാകും. ദേശമെല്ലാം നിരന്തരം ചുറ്റി നടന്ന് അവശേഷിക്കുന്നവരെ സംസ്കരിക്കാനും അങ്ങനെ സ്ഥലമെല്ലാം ശുദ്ധീകരിക്കാനും അവരാളുകളെ നിയമിക്കും. 7-ാം മാസം അവസാനം അവരന്വേഷണം നടത്തും. അവർ ദേശത്തിലൂടെ കടന്നു പോകുന്നതിനിടയിൽ ആരുടെയെങ്കിലും അസ്ഥി കണ്ടാൽ അത് ഹാമോൺ ഗോഗിൻ്റെ താഴ്വരയിൽ സംസ്കരിക്കുന്നതുവരെ അതിൻ്റെ സമീപം ഒരു അടയാളം സ്ഥാപിക്കും. അവിടെയുള്ള പട്ടണം ഹമോന എന്ന പേരിൽ അറിയപ്പെടും. ഇപ്രകാരം അവർ ദേശം ശുദ്ധമാക്കും. മനുഷ്യപുത്ര, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു: എല്ലാത്തരം പക്ഷികളോടും വയലിലെ മൃഗങ്ങളോടും പറയുക: ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന യാഗവിരുന്നിനായി എല്ലാ ഭാഗത്തു നിന്നും കൂട്ടമായി വരുക. ഇസ്രായേൽ മലകളിലെ ഏറ്റവും വലിയ യാഗവിരുന്നാണിത്. നിങ്ങൾ മാംസം ഭക്ഷിക്കുകയും രക്തം കുടിക്കുകയും ചെയ്യും. ഭൂമിയിലെ ശക്തന്മാരുടെ മാംസം നിങ്ങൾ ഭക്ഷിക്കും. പ്രഭുക്കന്മാരുടെ രക്തം കുടിക്കും. ബാശാനിലെ തടിച്ചു കൊഴുത്ത കാളകൾ, മുട്ടാടുകൾ, ആടുകൾ, കോലാടുകൾ എന്നിവയുടെ രക്തം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന യാഗവിരുന്നിൽ നിങ്ങൾ തൃപ്തരാവോളം മേധസ് ഭക്ഷിക്കുകയും മത്തുപിടിക്കുവോളം രക്തം കുടിക്കുകയും ചെയ്യും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു: പടയാളികളും ശക്തന്മാരും കുതിരകളും കുതിരപ്പടയാളികളും അടക്കം എല്ലാവരെയും എൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിച്ച് നിങ്ങൾ തൃപ്തരാകും. ഇസ്രായേലിനു രക്ഷ. ജനതകളുടെ ഇടയിൽ ഞാൻ എൻ്റെ മഹത്വം സ്ഥാപിക്കും. ഞാൻ നടപ്പാക്കിയ എൻ്റെ ന്യായവിധിയും അവരുടെ മേൽ പതിച്ച എൻ്റെ കരവും എല്ലാ ജനതകളും കാണും. തങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് അന്നു മുതൽ ഇസ്രായേൽ ഭവനം അറിയും. ഇസ്രായേൽ ഭവനം തങ്ങളുടെ ദുഷ്പ്രവൃത്തികൾ മൂലമാണ് അടിമത്തത്തിൽ അകപ്പെട്ടതെന്ന് ജനതകൾ ഗ്രഹിക്കും. അവരവിശ്വസ്തമായി എന്നോട് പെരുമാറി
അതുകൊണ്ട് ഞാൻ അവരിൽ നിന്ന് മുഖം മറച്ച് അവരെ ശത്രുക്കളുടെ പിടിയിൽ ഏൽപ്പിച്ചു കൊടുത്തു. അവരെല്ലാം വാളിനിരയായി തീർന്നു. അവരുടെ അശുദ്ധിക്കും അക്രമത്തിനും അനുസൃതമായി അവരോട് ഞാൻ പ്രവർത്തിച്ചു. അവരിൽ നിന്ന് മുഖം മറച്ചു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു: ഞാൻ യാക്കോബിൻ്റെ ഭാഗധേയം പുനഃസ്ഥാപിക്കുകയും ഇസ്രായേൽ ഭവനത്തോട് മുഴുവൻ കാരുണ്യം കാണിക്കുകയും ചെയ്യും. എൻ്റെ പരിശുദ്ധ നാമത്തെ പ്രതി ഞാൻ അസൂയാലുവായിരിക്കും. ആരും ഭയപ്പെടുത്താനില്ലാതെ സ്വദേശത്ത് സുരക്ഷിതരായി വസിക്കുമ്പോൾ എന്നോട് കാണിച്ച അവിശ്വസ്തതയെക്കുറിച്ചുള്ള ലജ്ജ അവർ വിസ്മരിക്കും. ജനതകളുടെ ഇടയിൽ നിന്ന് ഞാൻ അവരെ തിരികെ കൊണ്ടുവരികയും ശത്രു രാജ്യങ്ങളിൽ നിന്ന് അവരെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും. അങ്ങനെ അവരിലൂടെ അനേകം ജനതകളുടെ മുൻപിൽ എൻ്റെ വിശുദ്ധി ഞാൻ വെളിപ്പെടുത്തും. അപ്പോൾ ഞാനാണ് തങ്ങളുടെ ദൈവമായ കർത്താവ് എന്ന് അവരറിയും. എന്തെന്നാൽ ഞാൻ അവരെ ജനതകളുടെ ഇടയിൽ പ്രവാസത്തിന് അയക്കുകയും തുടർന്ന് അവരെ സ്വദേശത്ത് ഒരുമിച്ച് കൂട്ടുകയും ചെയ്തു. അവരിൽ ആരെയും ജനതകളുടെ ഇടയിൽ ഞാൻ ഉപേക്ഷിക്കുകയില്ല. ഇസ്രായേൽ ഭവനത്തിൽ നിന്ന് ഞാൻ എൻ്റെ മുഖം ഇനിമേൽ മറയ്ക്കുകയില്ല. എന്തെന്നാൽ ഞാൻ എൻ്റെ ആത്മാവിനെ അതിന്മേൽ അയച്ചിരിക്കുന്നു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു.